ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന റിപ്പോർട്ടർ ടിവിക്കെതിരായ കേസിൽ ഇപ്പോൾ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയിരിക്കുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവ റിപ്പോർട്ടിങ്ങിനിടയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്നുള്ളതായിരുന്നു കേസ്. റിപ്പോർട്ടർ ടിവിയുടെ കൺസൾട്ടിംഗ് എഡിറ്ററായ ഡോക്ടർ അരുൺകുമാർ, റിപ്പോർട്ടർ ഷഹബാസ് എന്നിവർക്കെതിരെയാണ് കന്റോൺമെന്റ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ഈ സംഭവത്തിൽ, ഈ കേസിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇരുവരും സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ച് പരിഗണിക്കുകയും ഇവർക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുകയുമായിരുന്നു. ഈ സംഭവത്തിൽ ഇപ്പോൾ സർക്കാരിനും പോലീസിനുമെതിരെ ഒരു രൂക്ഷ വിമർശനവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആരാണ് ഈ കേസിലെ പരാതിക്കാർ എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. ഈ കുട്ടിക്കോ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്കോ പരാതി ഉണ്ടോ എന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. ഇല്ല എന്ന അഭിഭാഷകർ മറുപടി പറയുന്നതോടുകൂടി പിന്നെ ആരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്, പിന്നെ എന്തിനാണ് ഇത്തരമൊരു കേസ് എടുത്തത് എന്നുള്ളതാണ് ഹൈക്കോടതി ആരാഞ്ഞത്. ഈ കേസ് പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കില്ല എന്നും ഹൈക്കോടതി നിരീക്ഷിക്കുകയുണ്ടായി. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഏറെ വാർത്തയായ ഈ ഒരു സംഭവം ഉണ്ടായത്. തിരുവനന്തപുരം ജില്ലാ ശിശുക്ഷേമ സമിതി DGPക്ക് നൽകിയ പരാതിയിലായിരുന്നു കന്റോൺമെന്റ് പോലീസ് ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ കൺസൾട്ടിംഗ് എഡിറ്ററായ അരുൺകുമാറിനും ഷഹബാസിനും ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂറിനെതിരെ ഉണ്ടായ വലിയ വിവാദവും കേസുമൊക്കെ നമ്മൾ കണ്ടതാണ്. ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അയാൾക്കെതിരെ കേസെടുക്കുന്നു, അയാളെ കോടതി റിമാൻഡ് ചെയ്യുന്ന അടക്കം നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് തന്നെയാണ് ഈ റിപ്പോർട്ടർ ടിവിക്കെതിരെയും, അതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് റിപ്പോർട്ടർ ടിവിക്കെതിരെയും സമാനമായ രീതിയിൽ കേസ് വരുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവ റിപ്പോർട്ടിങ്ങിനിടയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്നുള്ളതായിരുന്നു കേസ്. ഈ കേസിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. മുൻകൂർ ജാമ്യം, ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട 2 പേർക്കും ഇപ്പോൾ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത, രൂക്ഷമായ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുകയാണ്. അതായത് ഈ കേസെടുത്ത പോലീസിനെതിരെയും ഒപ്പം സർക്കാരിനെതിരെയും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷമായ വിമർശനം ഉണ്ടായിരിക്കുന്നു. ഈ കുട്ടി അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ, കുട്ടിക്ക് പരാതിയുണ്ടോ, അല്ലെങ്കിൽ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് പരാതിയുണ്ടോ എന്ന് ചോദിച്ച കോടതി ഇല്ല എന്ന അഭിഭാഷകൻ മറുപടി നൽകിയതോടുകൂടി പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ കേസെടുക്കുന്നത്, ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ ഇത്തരത്തിൽ കേസെടുക്കുന്നത് എന്നും കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇന്ന് ഹൈക്കോടതിയിലുണ്ടായി. രൂക്ഷ വിമർശനമാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും സർക്കാരിനും ഈ പോലീസിനുമെതിരെ ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും 2 പേർക്കും, റിപ്പോർട്ടർ ടിവിയുടെ കൺസൾട്ടിംഗ് എഡിറ്ററായ ഡോക്ടർ അരുൺകുമാറിനും ഷഹബാസിനും ഈ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഏറെ ചർച്ചയായ, ഏറെ വാർത്തയിൽ നിറഞ്ഞ ഒരു വിഷയമായിരുന്നു. ഇത്രത്തോളം പ്രമുഖരായ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു ദ്വയാർത്ഥ പ്രയോഗമുണ്ടായി, അതിനെതിരെ പോലീസ് കേസെടുത്തു, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു എന്നുള്ളത്. ആ സംഭവത്തിലാണ് ഇപ്പോൾ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട 2 പേർക്ക് മുൻകൂർ ജാമ്യം ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത്. ചേർക്കപ്പെട്ട